ഹായ് ഓൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു നമ്മൾ ഓരോ ക്വസ്റ്റിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൻസർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്ന്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോനകത്തേക്ക് പോയാലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യം ട്രൂ ഓർ ഫാൾസ് വിഭാഗത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പൊ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? മണി സ്പെൻഡ് ടു റെഡ്യൂസ് വർക്കിംഗ് എക്സ്പെൻസീസ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെ? ഞാനിത് എന്താ ഓവറോൾ അസസ്മെന്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലുസ്ട്രേഷൻ വണ്ണ് ഡയറക്റ്റ്ലി എടുത്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു എന്ന്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാകുന്നു? നമുക്ക് ഇപ്പോൾ ഒരു എക്സ്പെൻസ് വരുന്നത് ഫ്യൂച്ചറിലോട്ട് എന്താണ് നമ്മുടെ ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ പറയുന്ന നമ്മുടെ വർക്കിംഗ് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലോങ് ടൈം ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്തായാലും എക്സ്പെൻഡിച്ചർ ആയിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കില്ല. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. ട്രാൻസാക്ഷൻസ് റിഗാർഡിംഗ് ദി പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ് ആർ റെക്കോർഡഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. അപ്പൊ നമ്മുടെ പർച്ചേസ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ ക്രെഡിറ്റ് പർച്ചേസുകൾ എന്താണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടില്ല? ക്യാഷ് പർച്ചേസ് ഉൾപ്പെടുവോ? ക്യാഷ് പർച്ചേസ് ഉൾപ്പെടില്ല. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന അസറ്റ്സിന്റെ പർച്ചേസ് വരുമോ പർച്ചേസ് ബുക്കില്? വരികയില്ല. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫിക്സഡ് അസറ്റ് ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ ശരിയാണോ? ശരിയല്ല. അതായത് ഇതും എന്താണ് ഫാൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അതായത് പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്രെഡിറ്റ് പർച്ചേസുകൾ റെക്കോർഡ് ചെയ്യാനാണ്. ക്യാഷ് പർച്ചേസോ അസറ്റ്സിന്റെ പർച്ചേസോ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ ആണല്ലോ? അടുത്ത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ പ്രസന്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഓഫ് ആൻ അൺസർട്ടൺ എമൗണ്ട് which can be measured reliably by using a substantial degree of estimation is termed as liability. ഇത് ലൈബിലിറ്റി ആണോ? ഇത് ലൈബിലിറ്റി അല്ല. അൺസർട്ടൺ എമൗണ്ടിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് പ്രൊവിഷൻ ആണ്. ലൈബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? സർട്ടൺ എമൗണ്ട് ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. ഇതിനകത്ത് അൺസർട്ടൺ എമൗണ്ട് ആണ്. അപ്പൊ ഒരു അൺസർട്ടൺ എമൗണ്ടിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് എന്താണ്? പ്രൊവിഷൻ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? ഫാൾസ് തന്നെയാണ്. ഐഡിയ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അടുത്ത് നമുക്ക് നോക്കാം. നോമിനൽ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. നമ്മൾ ഈ പറയുന്ന എന്താണ് നോമിനൽ അക്കൗണ്ട്സിന്റെ കാര്യം നോക്കുമ്പോ ആക്ച്വലി സിംഗിൾ എൻട്രി സിസ്റ്റത്തിനകത്ത് ഏതൊക്കെയാ വരുന്നത്? പേഴ്സണൽ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടുമാണ് ആകെപ്പാട് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആസ് പെർ സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലെ? അപ്പൊ നോമിനൽ അക്കൗണ്ട്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യോ? ഇല്ല. അപ്പൊ ഇത് ഫാൾസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അടുത്ത് നോക്കിക്കേ. വൈൻഡിങ് അപ്പ് ഓഫ് എ LLP may be initiated by tribunal if the LLP has failed to submit the statements of accounts and solvency or the LLP annual returns for more than 3 consecutive financial years with the registrar. ഇത് ശരിയാണോ? തെറ്റാണ്. ഇത് എത്ര വർഷം കൊടുക്കാതിരിക്കുമ്പോഴാണ്? 5 years ആണ്. അതായത് 5 വർഷം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതായത് 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. ഇതായ ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഈ പറയുന്ന റെക്കോർഡ്സ് എന്താണ്? മോർ ദാൻ 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിന് കൊടുത്തിട്ടില്ലെങ്കിലാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ ശരിയാവുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എന്താണ്? തെറ്റാണ്. ഇനി ലാസ്റ്റ് നോക്കിക്കേ. ആഫ്റ്റർ സെക്ഷൻ 52 ഓഫ് ദി കമ്പനീസ് ആക്ട് 2030, a company may utilize the securities premium account to write off its preliminary expense. ശരിയാണോ? ശരിയാണ്. കാരണം എന്താണ്? നമുക്ക് ഈ പറയുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്സിന്റെ യൂസേജിനെ പറ്റി പഠിക്കാണ്ട് ഒരു 4-5 യൂസേജ് നമുക്ക് പഠിക്കാനില്ലേ? ഈ പറയുന്ന ഫുള്ളി പെയ്ഡ് ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട്, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്, പിന്നെ പറയുന്ന കമ്മീഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ ഇൻഫർമേഷൻ പ്രകാരം ഇത് ശരിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ട്രൂ ഓർ ഫാൾസിന്റെ ഉത്തരം നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ജസ്റ്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചിന്തിച്ചപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി തിയറി ഏരിയ നമ്മൾ ഇതിനകത്ത് എഴുതുന്നില്ല. നമ്മൾ പ്രോബ്ലംസ് ആണ് കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുന്നത്. പ്രോബ്ലം വെച്ച് നമുക്ക് ഡീൽ ചെയ്ത് പോവാം. തിയറി ഞാൻ പറഞ്ഞില്ലല്ലോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് ഡയറക്റ്റ്ലി ഉള്ള ചോദ്യമായിരുന്നു. നമുക്ക് എന്താ ടെക്സ്റ്റ് റെഫർ ചെയ്ത് അതിന്റെ പേജ് നമ്പർ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് അത് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് പ്രോബ്ലം ഡയറക്റ്റ്ലി നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം നോക്കിയേ. പാർട്ട് സിക്കകത്ത് ഒരു പ്രോബ്ലം ഓറിയന്റഡ് ചോദ്യമാണ്. മിസ്റ്റർ വിജയ് ഹാസ് entered into the following transactions during the month of December. You are required to journalize the same in his books of account. അപ്പൊ GST ആപ്ലിക്കേഷനുള്ള ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് ശരിയല്ലേ? നമുക്ക് ഓരോന്ന് വെച്ച് എഴുതി നോക്കിയേക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കിക്കേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാംസൺസ് ഫോർ 20,000 at a traded discount of 10% plus CGST and SGST at 9% each. അല്ലെ? പിന്നെ 10,000 was paid immediately and the balance is payable after 2 months. ഓക്കെ. നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത്? നമുക്ക് റൈറ്റ് സൈഡിൽ എഴുതിയേക്കാം.
നമ്മൾ ആദ്യം പർച്ചേസിന് ഇൻഫർമേഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ്. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്? ആക്ച്വലി 20,000-നാണ്. പക്ഷെ അവർ എന്ത് തന്നിട്ടുണ്ട്? ഒരു ട്രേഡ് ഡിസ്കൗണ്ട് 10% തന്നിട്ടുണ്ട്. അപ്പൊ 20,000 10% എന്ന് പറയുമ്പോൾ എത്രയായി? 2,000 രൂപയായില്ലേ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് ഡിസ്കൗണ്ട് വന്നല്ലേ? അപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് പോലെയല്ല റെക്കോർഡ് ചെയ്യില്ല. ഡയറക്റ്റ്ലി ഈ പറയുന്ന പ്രൈസ് റെഡ്യൂസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ 20,000-ന് 2,000 പോയി കഴിഞ്ഞാൽ എത്ര വരും? 18,000. പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കണമല്ലോ. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുന്ന ടാക്സ് പറയുന്ന പേര് എന്താണ്? ഇൻപുട്ട് ടാക്സസ്. അപ്പൊ നമ്മൾ ഏതൊക്കെ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്? ഇൻപുട്ട് CGSTയും പേ ചെയ്തിട്ടുണ്ട്. CGST അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത്? 9%. 9% കാൽക്കുലേറ്റ് ചെയ്തേ. 18,000-ന് 9%, അതായത് 1,620 രൂപ എന്ന് വരും. ശരിയല്ലേ? ഇനി എന്തുണ്ട്? ഇൻപുട്ട് ഏതുണ്ട്? SGST അക്കൗണ്ട് കൂടി ഉണ്ട്. ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റഡ് എന്താണ്? സെയിം പെർസെന്റേജ് അല്ലേ? 1,620. 2 എന്താണ്? നമ്മളിപ്പോ എത്ര രൂപ ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യുന്നുണ്ട്? അത് നമ്മൾ ക്യാഷ് ആയിട്ട് എഴുതുന്നു. ക്യാഷ് ആണെങ്കിൽ കുഴപ്പമില്ല. ക്യാഷ് എത്ര വരും? 10,000 വരുന്നു. ബാക്കി ഡിഫറൻസ് എവിടെയാണ്? നമ്മൾ കൊടുക്കാനുള്ള ക്രെഡിറ്റർ ആയിട്ട് നമ്മുടെ റാംസൺസിനെ എഴുതുന്നു. ഐഡിയ ക്ലിയർ ആണല്ലോ അല്ലെ? റാംസൺസിന് അപ്പൊ ഡിഫറൻസ് എത്ര വരും? ഡിഫറൻസ് എടുക്കുമ്പോ 11,240. ഓക്കെ ആണല്ലോ? അപ്പൊ ഡൗട്ട് ഉള്ളവരൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അതാണ് ഒന്നാമതായിട്ട് വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഗുഡ്സ് കോസ്റ്റിംഗ് 10,000 were withdrawn for personal use. Such goods were purchased by paying CGST and SGST. അപ്പൊ ഡ്രോയിങ്സ് ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ ജേണൽ എൻട്രി എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും? ആദ്യം ഈ രണ്ടായിട്ട് നമുക്ക് വായിച്ചു കളഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ജേണൽ എൻട്രി എങ്ങനെ എഴുതാൻ പറ്റും? ഡ്രോയിങ്സ് ആണ്, നമുക്കറിയാം അല്ലെ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എന്ത് വരും? പർച്ചേസ് അക്കൗണ്ട്. ആദ്യം ടാക്സിന്റെ എലമെന്റ് വരുന്ന ഏരിയ ആസ്പെക്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുള്ളി എമൗണ്ട് എഴുതണം. എനിക്ക് വേണം ഓപ്പോസിറ്റ് എഴുതാനായിട്ട്. ഓക്കെ, പർച്ചേസ് ചെയ്തപ്പോ എത്ര രൂപയുടെ സാധനമായിരുന്നു? 10,000 രൂപയുടെ സാധനമായിരുന്നു അല്ലെ? അപ്പൊ ക്രെഡിറ്റിൽ പർച്ചേസിൽ 10,000 രൂപ വരുന്നു. ഇതിന്റെ ടാക്സ് നമുക്ക് എഴുതണ്ടേ? ടു എന്താണ്? ഇൻപുട്ട് ഏതൊക്കെ വരും? CGSTയും വരും. CGST അക്കൗണ്ട് ഡെബിറ്റഡ് അല്ല, CGST അക്കൗണ്ട് ടു ഏതാണ്? ഇൻപുട്ട് SGST അക്കൗണ്ട്. എത്ര വെച്ച് വരും? എത്ര ശതമാനം ടാക്സ് പറഞ്ഞിരിക്കുന്നത്? 9% വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 900 ടോട്ടൽ ആയിട്ട് 11,800 രൂപ ഡെബിറ്റിലും വരും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഇതിന്റെ എന്ത് വരുന്നത്? ജേണൽ എൻട്രി വരുന്നത്. നരേഷൻ നിങ്ങൾ കൊടുത്തോണം എന്നാണ്. ഞാനിപ്പോ ഡയറക്റ്റ്ലി ആൻസർ മാത്രം കാണിക്കുന്നു. മൂന്നാമത്തെ നോക്കിയാലോ? പർച്ചേസ്ഡ് മിഷനറി ഫോർ 52,500 ഇൻക്ലൂഡിങ് IGST 5%. അതായത് 52,500 എന്ന് പറയുന്ന വാല്യൂവിനകത്ത് എന്തിന്റെ എലമെന്റോടെ ഉണ്ട്? ടാക്സ് ആയിട്ടുള്ള IGST കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 52,500. ഇപ്പൊ നോർമലി നമ്മൾ മിഷനറി മേടിക്കുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ്? മിഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ടാക്സ്, അങ്ങനെ രീതിയിലല്ലേ? ഇഷ്യൂയിങ് എ ചെക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മിഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്നാണ് വരേണ്ടത്. ശരിയല്ലേ? അപ്പൊ മിഷനറി മേടിക്കുമ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്യണം. അപ്പോ മിഷനറി അക്കൗണ്ട് ഡെബിറ്റഡ്. ഇവിടെ മിഷനറിയുടെ മാത്രം വാല്യൂ ആണ് 52,500 അല്ല. എന്തുണ്ട്? ഇൻപുട്ട് IGST ഉണ്ട്. ഈ IGST മിഷനറിയുടെ കൂടി വാല്യൂ ഉൾപ്പെട്ടതാണ് 52,500 എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കൂടി. ടു എന്താണ്? ബാങ്ക്. നമ്മള് കൊടുത്ത പൈസ ടോട്ടൽ എമൗണ്ട് 52,500 ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് മിഷനറിയുടെ എത്രയാണ്? ടാക്സിന്റെ എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അതായത് 52,500 എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറഞ്ഞ ടാക്സോട് ഉൾപ്പെട്ട 105%. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മിഷനറിയുടെ മാത്രം കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 105 × 100 ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? ചെയ്തു നോക്കിക്കേ. നമുക്കിത് ചെയ്യുമ്പോ 50,000 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ മിഷനറിയുടെ വില നമുക്ക് 50,000 എന്ന് കിട്ടുന്നു. അപ്പൊ എന്താണ് ടാക്സ് എത്രയാണ്? എത്ര വരുള്ളൂ? 2,500 വരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലാസ്റ്റ് വൺ. ഗുഡ്സ് കോസ്റ്റിംഗ് എന്താണ്? 3,000 ബിഫോർ ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് മുന്നേ കേട്ടോ. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. റിട്ടേൺ ടു വിനോദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പർച്ചേസ് റിട്ടേൺ ആണല്ലോ. നമ്മൾക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നത് പർച്ചേസ് റിട്ടേൺ അല്ലേ? സച്ച് ഗുഡ്സ് വെയർ പർച്ചേസ്ഡ് ബൈ പേയിങ് CGST ആൻഡ് SGST എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രി വരുന്നത്? നമുക്ക് ഇവിടെ എഴുതാം. ഫോർത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വിനോദ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എന്താണ്? പർച്ചേസ് റിട്ടേൺ എന്നാണ് വരുന്നത്. അപ്പൊ വിനോദ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസ് എന്താണ്? റിട്ടേൺ.
പർച്ചേസ് റിട്ടേണിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3000 നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് 10% കുറയ്ക്കുമ്പോൾ 3000-നകത്ത് എത്ര കുറയും? 10%, 300 അപ്പൊ നമുക്ക് 2700 വരുന്നു പർച്ചേസിനകത്ത്. എന്താണ് ഇതിലൂടെ ടാക്സിന്റെ എലമെന്റോടെ നമ്മൾ കൂട്ടുന്നു. ടു ഇൻപുട്ട് CGST അക്കൗണ്ടും ഉണ്ട്. അത് എത്ര വരുന്നു? ഇതിന്റെ എത്ര ശതമാനം? 9%. അത് കാൽക്കുലേറ്റ് ചെയ്തേ. 9% നോക്കുമ്പോ 1243. ഏതോടെ ഉണ്ട്? ടു ഇൻപുട്ട് SGST കൂടിയുണ്ട്. അത് 243. അപ്പൊ ടോട്ടൽ എടുത്ത് നോക്കുമ്പോ എത്ര വരും? 3186. ഇങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പൊ നാളെ നമ്മൾ ചെയ്തില്ലേ? വലിയ ഡിഫിക്കൽറ്റി ഒന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം എഴുതാൻ പറ്റുന്നതായിരുന്നു. അപ്പൊ അടുത്ത പ്രോബ്ലം ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് വരും. ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തരാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.